Hi friends, welcome to MJ Tasty World. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 25 ഗ്രാമോളം ബട്ടറാണ് ആദ്യം ചേർത്ത് കൊടുക്കണേ. ബട്ടർ ഒന്ന് നല്ലോണം മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് സബോളയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 10-12 കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും, അങ്ങനെയാണ് കശുവണ്ടി. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കട്ടിയും കിട്ടും ഗ്രേവിക്ക്, അതിന് വേണ്ടിയിട്ടാണ്. കശുവണ്ടി ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞ് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 3 മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് ഇതിൻ്റെ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സിയിലിട്ട്, തരിയൊന്നും ഇല്ലാണ്ട് നല്ലോണം നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ചെറിയ ക്യൂബ്സ് ആയിട്ടുള്ള 250 ഗ്രാം പനീറാണ് എടുത്തേക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടൊക്കെ ആറി കഴിഞ്ഞപ്പോൾ ഞാൻ മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് വീണ്ടും ഒരു 25 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് നല്ലോണം മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ തന്നെ മിക്സിയിൽ അടിച്ചെടുത്തേക്കണം നമ്മുടെ ആ ഗ്രേവി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഗ്രേവിയുടെ പച്ചമണമൊക്കെ മാറി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം.
ഇനി ഞാൻ ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. എനിക്ക് കുറച്ച് കൂടുതൽ കസൂരി മേത്തി ചേർക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ പൊട്ടി തുടങ്ങും. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം പതുക്കെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റൊക്കെ എന്തോ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഇത്തിരി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ പനീർ ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. പനീർ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പനീറൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് തേൻ അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. തേൻ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ് തേൻ ഒഴിക്കണേ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കുക. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഇത് ട്രൈ ചെയ്തൊക്കെ വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ. അപ്പോൾ ചപ്പാത്തിയുടെ കൂടിയോ പൊറോട്ടയുടെ കൂടിയോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ.